ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നേരും നിറവും എന്നുള്ള ഈ വീഡിയോ പ്രഭാഷണ പരിപാടി പുനരാരംഭിക്കുകയാണ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ഇന്നത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ലോകതലത്തിൽ നിന്ന് ഏറെ ശ്രദ്ധേയമായി മുഴച്ചു നിൽക്കുന്ന ഇറാനെതിരെയുള്ള US സയനിസ്റ്റ് അധിനിവേശ ശക്തികളുടെ ആക്രമണമാണ്. അപ്പോൾ ഈ യുദ്ധം ഏതാണ്ട് ഇപ്പോൾ 2 മാസം ആകാറായി. അപ്പോൾ ഈ 2 മാസം ആകുമ്പോഴേക്കും തന്നെ ഈ അക്രമി രാജ്യങ്ങളിൽ അത് വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് സാമ്പത്തികവും സൈനികവുമായി അവരുടെ ബലഹീനതയെ അത് വെളിവാക്കിയിട്ടുണ്ട്. അമേരിക്കൻ സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് പരമ്പരാഗതമായ അതിൻ്റെ യൂറോപ്യൻ സഖ്യശക്തികളിൽ നിന്ന് വല്ലാതെ ഒറ്റപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാനായിട്ട്, അതിൻ്റെ ആവശ്യങ്ങൾക്കൊത്ത് നീങ്ങാനായിട്ട് അവർ സന്നദ്ധമല്ല എന്ന് തുറന്നു തന്നെ പ്രഖ്യാപിക്കുകയും സൈനിക താവളങ്ങളുടെ ഉപയോഗവും മറ്റൊക്കെ നിഷേധിക്കുകയും ചെയ്യുന്നൊരവസ്ഥ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. മാത്രമല്ല അത് സയനിസ്റ്റ് അധിനിവേശത്തെ പരസ്യമായി തന്നെ കുറ്റപ്പെടുത്തുകയും അത് നാസികളെ പോലെ തന്നെ ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു ശക്തിയാണെന്നുള്ള തുറന്ന വിശേഷണങ്ങളൊക്കെ തന്നെ നടത്തുകയും ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഇത് കൂടാതെ പരമ്പരാഗതമായിട്ട് തങ്ങളുടെ സുരക്ഷിതത്വത്തിന് അമേരിക്കയുടെ സൈനിക ശക്തിയെ ആശ്രയിച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങൾ, അതുപോലെ തന്നെ ദക്ഷിണ കൊറിയ, ജപ്പാൻ മുതലായ രാജ്യങ്ങൾ അങ്ങനെ അമേരിക്കയെ എത്രത്തോളം ആശ്രയിക്കാൻ കഴിയും എന്നൊരാശങ്ക അവരിൽ ഉടലെടുത്തിട്ടുമുണ്ട്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ ഏതായാലും അത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ബലതന്ത്രത്തിൽ അത് ചലനങ്ങളുണ്ടാക്കും, പ്രശ്നങ്ങളുണ്ടാക്കും എന്നുള്ള ഉറപ്പാണ്. പിന്നെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഇസ്രായേൽ എന്ന സയനിസ്റ്റ് അധിനിവേശ രാജ്യം ഒരർത്ഥത്തിലും സ്വതന്ത്രമായൊരു രാജ്യമല്ല. കൃത്യമായിട്ടും അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു കാവൽപ്പടയായിട്ട് നിലകൊള്ളുന്ന ഒരു അധിനിവേശ ശക്തിയാണത്, ഉപശക്തിയാണത് എന്ന കാര്യം ഈ യുദ്ധത്തിലൂടെയും പ്രത്യേകിച്ച് ലെബനനായിട്ടുള്ള സംഭവവാസങ്ങളിലൂടെയും തെളിഞ്ഞിട്ടുണ്ട്. ലെബനനിലെ വെടിനിർത്തൽ അമേരിക്കയുമായിട്ടുള്ള വെടിനിർത്തലിനൊരു മുന്നുപാധിയായിട്ട് ഇറാൻ ഉന്നയിച്ചെന്നപ്പോൾ അതിനാദ്യം നിഷേധിച്ചെങ്കിലും ഒടുവിൽ അത് നടപ്പാക്കുക തന്നെയാണ് ചെയ്തത്. മാത്രമല്ല അത് നടപ്പാക്കിയപ്പോൾ നെതന്യാഹുവിന് ഞാൻ കൽപ്പന കൊടുത്തിട്ടുണ്ട്, ഇനി ബോംബിടരുത് എന്നാണ് ട്രംപ് പറഞ്ഞത്. നെതന്യാഹു അതിന് വഴങ്ങുകയും ചെയ്തു. അപ്പോൾ അതോടുകൂടി തന്നെ കൃത്യമായിട്ട് ആ വിധേയത്വമാണ് അവിടെ വ്യക്തമായത്. സാമ്പത്തികമായിട്ട് പറയുകയാണെങ്കിൽ ഇതിനകം തന്നെ $60 ശതകോടി അമേരിക്കയ്ക്ക് ചിലവായി എന്നാണ് പറയുന്നത് യുദ്ധത്തിന് വേണ്ടി. ദിനം പ്രതി $1 കോടി വേണ്ടി വരുന്നു എന്നാണ്. സൈന്യത്തിനുള്ള 1.2 ലക്ഷം കോടിയാണ് അവർ ബഡ്ജറ്റ് ആവശ്യമായിട്ട് ഉന്നയിച്ചിരുന്നത്. അത് പോരാഞ്ഞിട്ട് ഈ യുദ്ധത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി $200 ശതകോടി അധികം വേണമെന്നാണ് ഇപ്പോൾ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സൈനികമായിട്ട് നോക്കുകയാണെങ്കിൽ US-ൻ്റെ മിസൈൽ പ്രഹരശേഷി, ആണവായുധങ്ങൾ ഒഴിച്ചിട്ടുള്ള മിസൈൽ പ്രഹരശക്തിയിൽ പകുതിയോളം ഉപയോഗിച്ച് തീർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദക്ഷിണ കൊറിയ, ജപ്പാൻ മുതലായ രാജ്യങ്ങളിലൊക്കെ സ്ഥാപിച്ചിരുന്ന മിസൈലുകളെ അവിടെ നിന്ന് പിൻവലിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും ഈ നേരത്തെ പറഞ്ഞ ഇതിനൊരു കാരണമായിട്ടുണ്ട്. അവരുടെ സുരക്ഷയ്ക്കെന്ന് വേണ്ടി കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ്. പക്ഷേ ഈ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ബദലായിട്ട് യാതൊരു സംവിധാനവും ഇല്ലാതെ അത് പിൻവലിയെടുത്ത് കൊണ്ടുപോവാണ് ചെയ്തേക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ട് എത്ര കാലം നിൽക്കാൻ പറ്റും എന്നൊരു ചോദ്യം ഈ രാജ്യങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ മിസൈൽ ശേഷി കുറഞ്ഞിരിക്കുന്ന, പകുതിയോളം കുറഞ്ഞെന്ന് പറയുന്നില്ല, അത് പൂർവ്വസ്ഥിതിയിലാക്കണമെങ്കിൽ ചുരുങ്ങിയത് 3 വർഷമെങ്കിലും വേണ്ടി വരുമെന്നാണ്
അവിടെയുള്ള സൈനിക വൃത്തങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ഇത്രയും കാലം വേണ്ടി വരുമെന്ന് പറയുമ്പോൾ അത്രയും കാലം അമേരിക്കയുടെ സൈനിക പ്രഹരശേഷി അതിൻ്റെ ബലം അത്രയും കുറഞ്ഞിരിക്കുമെന്നാണ് എൻ്റെ അർത്ഥം. ഇത് ചൈനീസ് റഷ്യൻ സാമ്രാജ്യത്വങ്ങളുമായിട്ടുള്ള മത്സരത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് ഒരു വലിയ വിഷയം തന്നെയാണ്. ഈ യുദ്ധത്തിനിടയിൽ ഇത് കൂടാതെ കോടിക്കണക്കിന് വിലമതിക്കുന്ന യുദ്ധവിമാനങ്ങൾ, ഗൾഫ് മേഖലയിൽ സ്ഥാപിച്ചിരുന്ന റഡാർ സ്ഥാപനങ്ങൾ, അത്യാധുനിക സൈനിക താവളങ്ങൾ, ഇതെല്ലാം തന്നെ ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. അപ്പോൾ ഈ അധിക ബാധ്യത, സാമ്പത്തിക ചെലവ് അമേരിക്കൻ സമ്പദ്ഘടനയെ ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട്. വിലക്കയറ്റം വർദ്ധിച്ചിരിക്കുന്നു, നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവുണ്ടായിരിക്കുന്നു. എണ്ണ മേഖലയ്ക്ക് മെച്ചം കിട്ടിയിട്ടുണ്ട്, കാരണം എണ്ണയുടെ വില ഉയർന്നതുകൊണ്ട്. പക്ഷേ മൊത്തം സമ്പദ്ഘടനയെ അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് ട്രംപിനെ അനുകൂലിച്ചിരുന്ന ശക്തികൾക്കിടയിൽ ശക്തമായ രീതിയിൽ അസംതൃപ്തി ഉയർന്നു വന്നിട്ടുണ്ട്. അത് വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഭരിക്കുമെന്നുള്ളതൊരു വലിയ വിഷയം തന്നെയാണ്. പോരാത്തതിന് യുദ്ധം നീളും തോറും ആഗോള ശാക്തിക മത്സരത്തിൽ പിന്നിലാകി പോകുമ്പോൾ, ബലഹീനമായി പോകുമെന്നുള്ളൊരു ആശങ്കയും ഇന്നിപ്പോൾ അമേരിക്കൻ ഭരണാധികാരികളെ ബാധിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ അവസ്ഥ ഇതാണെങ്കിൽ സയനിസ്റ്റുകളുടെയും അധിനിവേശ രാഷ്ട്രത്തിൻ്റെയും അവസ്ഥ വലിയ വ്യത്യസ്തമൊന്നുമല്ല. 2 വർഷം നീണ്ടു നിന്ന ഗസയിലെ നരഹത്യാ യുദ്ധം തന്നെ അതിനെ സാമ്പത്തികമായിട്ട് കുറേയൊക്കെ തളർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ യുദ്ധം മൂലം അതിൻ്റെ വളർച്ചാ നിരക്ക് 3.5% ഇടിഞ്ഞിട്ടുണ്ട് എന്നാണ് കണക്ക്. ഇസ്രായേലിൻ്റെ തുടർച്ചയായിട്ടുള്ള മിസൈൽ ആക്രമണം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, അത് സാധാരണ ജനജീവിതത്തിന് ആകെ അസ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നിരന്തരമായ സൈറണുകളും ഉടനടി ഷെൽട്ടറിലേക്കുള്ള ഓട്ടവും മറ്റുമൊക്കെ ആയിട്ട് പല ഫാക്ടറികളും പൂട്ടിക്കിടക്കുകയാണ്. തൊഴിൽ സ്ഥാപനങ്ങൾ വലിയ തോതിൽ അടഞ്ഞു കിടക്കുകയാണ്. ധാരാളം ആൾക്കാർ വീട്ടിൽ നിന്ന് പണിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. മൂലധന മുടക്ക് കുറഞ്ഞിട്ടുണ്ട്, കയറ്റുമതിയും കുറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈനിക ശേഷിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അമേരിക്കയെ പോലെ തന്നെ ഇവിടെയും സൈനികമായിട്ടുള്ള അതിൻ്റെ പ്രഹരശേഷി കുറേ ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. പോരാത്തതിന് വേണ്ടത്ര ആൾബലമില്ലാത്തൊരവസ്ഥയും കൂടി ഉണ്ട്. നിലവിൽ 12,000 സൈനികരുടെ കുറവുണ്ട്. അത് ഈ പറയുന്ന പുതിയ ആൾക്കാരെ ഉൾക്കൊള്ളിക്കാനായിട്ടുള്ള പദ്ധതികൾ, ചില മാറ്റി നിർത്തിയിരുന്ന ചില ജൂത വിഭാഗങ്ങളെ കൂടി സൈന്യത്തിൽ ഉൾപ്പെടുത്താനുള്ള പദ്ധതികൾ നടപ്പായില്ല എങ്കിൽ വലിയ താമസമില്ലാതെ അത് 17,000 വർദ്ധിക്കുമെന്നാണ് സൈനിക തലവൻ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് നെതന്യാഹുവും മറ്റും ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലെ ഹെസ്ബുള്ളിയെ നിരായുധമാക്കാൻ ഈ സൈന്യത്തിന് കഴിയില്ല എന്നയാൾ വെട്ടിത്തുറന്ന് പറയുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ രണ്ടുപേരുടെ അവസ്ഥയെങ്കിൽ ഇപ്പുറത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ നാശം ഉണ്ടായിട്ടുണ്ട്, സംശയമില്ല കാര്യത്തിൽ. അതിൻ്റെ പല എന്താ പറയുക, എണ്ണ ഖനന കേന്ദ്രങ്ങൾ, ഗ്യാസ് ഉൽപ്പാദന കേന്ദ്രങ്ങൾ, വാതകോൽപാദന കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ വൈദ്യുതി നിലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, അങ്ങനെ പലതും തകർക്കപ്പെട്ടിട്ടുണ്ട്. ആൾനാശം വലിയ തോതിലും ഉണ്ടായിട്ടുണ്ട്. 3000-ലധികം ആൾക്കാർ ഇതുവരെയും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇത്രയും വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അക്രമികളുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ അവരെ തടയാനായിട്ട്, അക്കാര്യത്തിൽ അവരെ പരാജയപ്പെടുത്തുന്നതിൽ ഇറാൻ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ തന്ത്രപരമായ ലക്ഷ്യം എന്ന് പറയുമ്പോൾ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ട്രംപ് പറഞ്ഞത് എന്തായിരുന്നു? അവിടെയുള്ള ഭരണ അധികാരികളെ നിഷ്കാസനം ചെയ്ത് പുതിയൊരു ഭരണാധികാരികളെ അധികാരത്തിൽ കൊണ്ടുവരാം. അത് കഴിഞ്ഞ് പിന്നെ അവിടെയുള്ള അവശേഷിക്കുന്ന ആണവ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്ന് പിടിച്ചെടുക്കുക, പിന്നെ അതിൻ്റെ മിസൈൽ പ്രഹരശേഷി ഇല്ലാതാക്കുക, പുതിയതായിട്ട് മിസൈൽ ഉൽപ്പാദിപ്പിക്കാനുള്ള അതിൻ്റെ ശേഷി ഇല്ലാതാക്കുക. അപ്പോൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് അതിൻ്റെ വായുസേനയും അതുപോലെ തന്നെ നാവികസേനയൊക്കെ തകർത്തു എന്നൊക്കെ അവകാശപ്പെട്ടെങ്കിലും ഈ യുദ്ധവിരാമം വന്നത് വരെ തുടർച്ചയായിട്ട് ഇറാൻ മിസൈലുകൾ തൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അമേരിക്കയ്ക്കും അതുപോലെ തന്നെ സയനിസ്റ്റ് അധിനിവേശ ശക്തികൾക്കും വലിയ വലിയ നഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയുമായിരുന്നു. അവരുടെ യുദ്ധവിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്താൻ കഴിഞ്ഞിരുന്നു. അതിൽ നിന്നുള്ള ഇറാനിൽ പാരച്യൂട്ട് ചെയ്ത് ഇറങ്ങിയ ഒരു വൈമാനികനെ രക്ഷപ്പെടുത്താനായിട്ട് നടത്തിയ ശ്രമത്തിൻ്റെ ഇടയിൽ നിരവധി യുദ്ധവിമാനങ്ങളാണ് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവുമ്പോൾ, കൂടാതെ ഈ യുദ്ധം പശ്ചിമേഷ്യയിലേക്ക് വ്യാപിപ്പിക്കാനായിട്ടും ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണത്തിലൂടെ സാഹചര്യങ്ങളെ മാറ്റാനുമായിട്ട് മൊത്തം ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കാര്യത്തിലും ഇറാൻ വിജയിക്കുകയുണ്ടായി.
അപ്പോൾ ഒരു അസമാനമായ യുദ്ധമുറിയിലൂടെ യുദ്ധം നീട്ടിക്കൊണ്ടുപോയി ശത്രുക്കളെ ക്ഷീണിപ്പിക്കാനും അതുവഴി യുദ്ധം അവസാനിപ്പിച്ച് സമാധാന കരാർ ഉണ്ടാക്കാനും അവരെ നിർബന്ധിതരാക്കാനാണ് ഇറാൻ ഭരണവർഗ്ഗങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധം തുടങ്ങിയപ്പോൾ അധികം താമസിയാതെ ആഭ്യന്തര എതിർപ്പ് ഉയർന്നു വരും, അതിൻ്റെ പിൻബലത്തിൽ അവിടുത്തെ ഭരണാധികാരികൾ അട്ടിമറിക്കാൻ കഴിയും എന്നൊക്കെയായിരുന്നു US കണക്കുകൂട്ടിയിരുന്നത്. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടുത്തെ ഭരണാധികാരികളും ജനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം, അതിശക്തമായി നിന്നിരുന്ന വൈരുദ്ധ്യമാണല്ലോ ജനവിരുദ്ധ പ്രക്ഷോഭത്തിൽ നമ്മൾ കണ്ടതാണത്. ആ വൈരുദ്ധ്യം ഇല്ലാതായതല്ല, ഇറാനിയൻ ജനതയുടെ സാമ്രാജ്യത്വ വിരുദ്ധം, പ്രത്യേകിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വത്തിനോടും അതുപോലെ സയണിസ്റ്റ് അധിനിവേശ ശക്തിയോടുമുള്ള വിരോധം അതിൻ്റെ ആഭ്യന്തര വൈരുദ്ധ്യത്തെ താൽക്കാലം കവച്ചു നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ വൈരുദ്ധ്യം ഇല്ലാതായിട്ടില്ല. ഇറാനിലെ മതാധിപത്യ സ്വേച്ഛാധിപത്യം യുദ്ധത്തിനിടയിലും അതിൻ്റെ മർദ്ദനമുറകൾ തുടരുകയാണ്. ഈ അടുത്തിടയ്ക്ക് 2 ആൾക്കാർ തൂക്കി കൊന്നിട്ടുണ്ട്. അവിടുത്തെ ജീവിതാവസ്ഥയാണെങ്കിൽ അങ്ങേറ്റം മോശമാണ്. വിലക്കയറ്റ നിരക്ക് 40%, യുവജന തൊഴിലില്ലായ്മ 20%, പണിയെടുക്കാൻ പ്രാപ്തി വരില്ല, പകുതിക്കും തൊഴിലില്ല എന്നുള്ള അവസ്ഥയൊക്കെയുണ്ട്. അപ്പോൾ US നടപ്പാക്കിയ ഉപരോധം ഇതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിലും ഇറാനിയൻ ഭരണവർഗത്തിൻ്റെ തന്നെ ചൂഷണം ഒട്ടും മോശമില്ലാത്ത പങ്കുണ്ട്. ജനസംഖ്യയിൽ 1% വരുന്നവർ സമ്പത്തിൻ്റെ 30% നിയന്ത്രിക്കുന്നതായിട്ട്, അതിൽ വലിയൊരു പങ്ക് അവർ കുന്നുകൂട്ടി വച്ചിരിക്കുന്ന സമ്പത്തിൻ്റെ വലിയൊരു പങ്ക് വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി മുതൽ മുടക്കിയിരിക്കുന്നുവെന്നും ഇറാനിലെ തന്നെ ഒരു മുൻ ഭരണാധികാരി തുറന്നു പറഞ്ഞ കാര്യമാണ്. ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ സൈനിക ഘടകം മാത്രമല്ല, എണ്ണ വാതക വരുമാനത്തിൻ്റെ പകുതിയിലധികം അതിൻ്റെ കയ്യിലാണ്. അതിൻ്റെ മേൽത്തട്ട് ഭരണവർഗത്തിൻ്റെ ഒരു നിർണായക ഘടകമാണ്. അപ്പോൾ അമേരിക്കയ്ക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിനെ മുൻനിർത്തി ഇറാനിയൻ ഭരണവർഗങ്ങളെ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ ശക്തിയായിട്ട് വിശേഷിപ്പിക്കുന്നത് തെറ്റായിരിക്കും. കാരണം അമേരിക്കൻ സാമ്രാജ്യത്വം മാത്രമല്ല സാമ്രാജ്യത്വം, പാശ്ചാത്യ സാമ്രാജ്യത്വ രാജ്യങ്ങളായിട്ട് ഇറാനിയൻ ഭരണവർഗ്ഗങ്ങൾക്ക് പല അടുത്ത ബന്ധങ്ങളും ഉണ്ടായിരുന്നു നീണ്ട കാലത്തേക്ക്. ഈ അമേരിക്കൻ ഉപരോധമൊക്കെ നിലനിൽക്കുന്ന കാലത്തും ഇന്നാകട്ടെ റഷ്യൻ ചൈനീസ് സാമ്രാജ്യത്വങ്ങളായിട്ട് അതിനടുത്ത ബന്ധമുണ്ട്. ഈ യുദ്ധത്തിൽ പരോക്ഷമായി അവർ ഇറാനെ സഹായിക്കുന്നുമുണ്ട്. സാമ്രാജ്യത്വ വ്യവസ്ഥയ്ക്കുള്ളിലൊരു മർദ്ദരാജ്യമായതുകൊണ്ട് സയണിസ്റ്റ് ആക്രമണത്തിനെതിരെയുള്ള US സയണിസ്റ്റ് ആക്രമണത്തിനെതിരെയുള്ള ഇറാൻ ഭരണാധികാരികളുടെ ചെറുത്തുനിൽപ്പ് ന്യായമാണ്. അതിനെ നമ്മൾ പിന്തുണയ്ക്കണം. അതേസമയം അതിൻ്റെ ജനവിരുദ്ധ ദല്ലാൾ സ്വഭാവത്തെ അവഗണിക്കാനും പാടില്ല. കാരണം അതിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണവർഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചെറുത്തുനിൽപ്പിലൂടെ ഇറാൻ്റെ ദേശീയ വിമോചനം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. സാമ്രാജ്യത്വ വ്യവസ്ഥയ്ക്കുള്ളിൽ പുതിയൊരു നീക്കുപോക്കിന് മാത്രമേ അത് വഴിവെക്കൂ. എങ്കിലും ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ഈ ചെറുത്തുനിൽപ്പിന് പശ്ചിമേഷ്യയിൽ മാത്രമല്ല ലോകത്തുടനീളം വലിയ പ്രാധാന്യമുണ്ട്. കാരണം അത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെ തടഞ്ഞു നിർത്താൻ അതിൻ്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങളെ പരാജയപ്പെടുത്തുന്നതിൽ അത് വിജയിക്കുന്നതിലാണ് അത് കിടക്കുന്നത്. ഒടുവിൽ മിക്കവാറും ആക്രമണകാരികളുമായിട്ടൊരു സന്ധിയിലായിരിക്കും യുദ്ധം അവസാനിക്കുക. മിക്കവാറെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ സാഹചര്യത്തിൽ പിൻവാങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും, വലിയൊരു തിരിച്ചടിയാകുമെന്നൊരു കണക്കൂട്ടൽ അമേരിക്കൻ സാമ്രാജ്യത്വം ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈനികമായ മറ്റു രീതിയിലൊരു ആക്രമണം, സൈനികരെ ഇറാനിൻ്റെ മണ്ണിൽ ഇറക്കിക്കൊണ്ടൊരു ആക്രമണം, പൊടുന്നതിനുള്ളൊരു ആക്രമണം, ഇത്തരം കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിൻ്റെ നിർണായക സ്ഥാനങ്ങൾ പിടിച്ചെടുക്കുക, കുറച്ച് കാലമെങ്കിലും കൈവശപ്പെടുത്തുക, അതൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വരാനിരിക്കുന്ന കാര്യമുള്ളൂ. പക്ഷെ എന്നാലും മിക്കവാറും അങ്ങനെയല്ല. ഈ പറയുന്ന രീതിയിൽ അവസാനം ഒരു ഒത്തീർപ്പിൽ കാര്യങ്ങളെത്താനാണ് സാധ്യത. കാരണം ആഗോളതലത്തിൽ ഇത് വലിയൊരു പ്രത്യാഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ശരി, ഈ യുദ്ധത്തിൽ US സയനിസ്റ്റ് അധിനിവേശത്തിന് ഉണ്ടായ തന്ത്രപരമായ പരാജയം ലോക രാഷ്ട്രീയത്തിലും ജനകീയ പോരാട്ടങ്ങളിലും സാമ്രാജ്യത്വ മത്സരത്തിലും വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇറാനിൽ തന്നെ വിപ്ലവകരമായ പുതിയ ഉണർവിനും അത് കാരണമായേക്കാം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ ഇറാൻ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഈ 2 വശങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. അതിൻ്റെ ഒന്ന് സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ന്യായം, അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള അതിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ ന്യായവശം. മറുവശത്ത് അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണവർഗ്ഗങ്ങൾ ആത്യന്തികമായി സാമ്രാജ്യത്വത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്നൊരു ഭരണവർഗ്ഗമാണ്. അതുകൊണ്ട് തന്നെ അത് ഇറാനിയൻ ജനതയുടെ ദേശീയ വിമോചനത്തിലേക്ക് നയിക്കാൻ പോകുന്നില്ല എന്നും ഏത് സമയത്തും അത് ഒരു ഒത്തീർപ്പിന് തയ്യാറായിക്കൊണ്ട്
ഈ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെയുള്ളൊരു ചട്ടക്കൂടിലേക്ക് അതിൽ ഒതുങ്ങി നിൽക്കാനാണ് സാധ്യതയെന്നും ഇറാനിയൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂഷണത്തിനും മറ്റുമൊക്കെ അറുതി വരുത്തണമെങ്കിൽ ഒരു വിപ്ലവകരമായ മുന്നേറ്റം തന്നെ അവിടെ വേണ്ടി വരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. അടുത്ത 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഇതുപോലെ നേരും നിറവും പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ അഭിവാദ്യം.